धीवरा सभा के सीनियर वाइस प्रेसिडेंट श्री पुंदुरा श्री कुमार जी, जनरल सेक्रेटरी श्री वी दिनाकरन जी, बीजेपी स्टेट प्रेसिडेंट श्री राजीव चंद्रशेखर जी, धीवरा सभा के प्रेसिडेंट श्री एम.बी. वारिजाक्षण जी, केंद्र सरकार में मेरे सहयोगी श्री जॉर्ज कुरियन जी, सभी जनप्रतिनिधिगण, धीवरा सभा के अन्य सम्मानित सदस्यगण, धीवरा महिला सभा की पदाधिकारिणीगण, अन्य सभी संगठनों के साथी और भाइयों एवं बहनों, कड़विंडे मकलक्क नमस्कारम। आज हम सभी एक ऐतिहासिक अवसर के साक्षी बन रहे हैं। अखिल केरला धीवरा सभा आज अपनी 50th एनिवर्सरी मना रही है। पिछले 50 ईयर्स से ये संगठन फिशरमैन समुदाय के अधिकारों की रक्षा के लिए निरंतर काम कर रहा है। 50 ईयर्स की इस यात्रा में आपका परिश्रम जुड़ा है, आपका सेवा भाव जुड़ा है। मैं इस शुभ अवसर पर केरलम के सभी फिशरमैन साथियों को, धीवरा सभा के सदस्यों को बहुत बहुत शुभकामनाएं देता हूं। ഇന്ന് നാം എല്ലാവരും ഐതിഹാസികമായ ഒരു പരിപാടിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. അഖില കേരള ധീവര സഭ ഇന്ന് അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ സംഘടന കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ മത്സ്യപ്രവർത്തക സഹോദരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ്. 50 വർഷത്തെ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ പ്രയത്നത്തോടൊപ്പം നിങ്ങളുടെ സേവന മനോഭാവവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ശുഭാവസരത്തിൽ കേരളത്തിലെ മുഴുവൻ ധീവര സമുദായ അംഗങ്ങൾക്കും അഖില കേരള ധീവര സഭയുടെ കാര്യകർത്താക്കന്മാർക്കും ഞാൻ നന്മകൾ നേരുകയാണ്. एनडी सूरतगढ़े, अभी आप अपने भाषण में कह रहे थे कि प्रधानमंत्री ब्लेसिंग देने के लिए आए हैं। मेरे लिए तो जनता जनार्दन ही भगवान है। मैं ब्लेसिंग लेने के लिए आया हूं। ഇപ്പോൾ നമ്മുടെ ദിനകരൻ ജി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് നമുക്ക് അനുഗ്രഹം തരാനാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് എൻ്റെ ഈശ്വരൻ, ജനതയാണ് ജനാർദ്ദനൻ. ഞാൻ നിങ്ങളിൽ നിന്നും അനുഗ്രഹം തേടാനാണ് എത്തിയിരിക്കുന്നത്. कुछ ही समय पहले जब मैं केरल में आया था तो अखिल केरला धीवरा सभा के साथियों से मेरी मुलाकात हुई। कई विषयों पर आपसे चर्चा हुई थी। इतने कम समय में ही इस महत्वपूर्ण आयोजन में मैं एक बार फिर आपके बीच उपस्थित हूं। और आज जब मैं आपके बीच आया हूं तो पूरे प्रदेश के लिए एक आनंद का भाव भी है। मेरे मलयाली भाई बहनों का लंबा इंतजार पूरा हुआ है। आप सभी की बरसों से इच्छा थी कि केरला का नाम बदलकर केरलम किया जाए। केंद्र की हमारी बीजेपी एनडीए सरकार ने इस प्रस्ताव को मंजूरी दे दी है। मैं आप सबके चेहरों पर इसकी खुशी देख सकता हूं। भारत के
इस सुंदरतम राज्य को अब मलयाली कल्चर के मुताबिक सही नाम मिला है, सही पहचान मिली है। मैं इस फैसले के लिए सभी केरलम वासियों को बहुत बहुत बधाई देता हूं। പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ കേരളത്തിലെത്തിയപ്പോൾ ധീവര സമുദായ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ വിഷയങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഞാനിപ്പോൾ വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സംസ്ഥാനം മുഴുവൻ ഒരു സന്തോഷകരമായ അവസ്ഥയിലുള്ളപ്പോഴാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദീർഘകാലത്തെ പ്രതീക്ഷ ഇന്ന് സഫലമായിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരള എന്ന പേര് മാറി കേരളം എന്നാക്കണമെന്നുള്ള വർഷങ്ങളായുള്ള നിങ്ങളുടെ ആവശ്യം ഇന്ന് നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ് ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് എനിക്കതിൻ്റെ സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. ഭാരതത്തിലെ മഹത്തായ സുന്ദരമായ ഈ സംസ്ഥാനത്തിന് ഇന്ന് മലയാളിയുടെ സംസ്കാരത്തിന് അനുയോജ്യമായ ഒരു പേര് കിട്ടിയിരിക്കുകയാണ്. ഈ തീരുമാനത്തിന്റെ പേരിൽ എല്ലാ കേരളം വാസികൾക്കും ഞാൻ ആശംസകൾ നേരുകയാണ്.